സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് 9th ഹിന്ദി ഒന്നാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ബഹുത് ദിനോं के बाद കവിതയുടെ പാർട്ട് 2 പരിചയപ്പെടാം. ബഹുത് ദിനോं के बाद अब की मैं जी भर छू पाया अपने गंवई पगडंडी की चंदन वर्णे धूल. बहुत दिनों के बाद, बहुत दिनों के बाद കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അല്ലെ വളരെ നാൾക്കു ശേഷം. അബ് കി ഇപ്പോൾ, മൈ കവിയാണ് മൈ ഞാൻ, ജീബർ മനസ്സ് നിറയെ, ചൂപ്പായ ചൂന എന്ന് പറഞ്ഞാൽ സ്പർശിക്കുക. എന്താണ് സ്പർശിക്കുന്നത്? അപ്പനി എന്നാൽ അപ്പന തൻ്റെ, ഗംവൈ മീൻസ് ഗാവ് ഗ്രാമീണ ഗ്രാമത്തിലുള്ള, പകടണ്ടിക്ക് ചന്ദനവർണ്ണേ ധൂൾ. പകടണ്ടി എന്ന് പറഞ്ഞാൽ ഒറ്റയടിപ്പാത, ചന്ദനവർണ്ണേ ധൂൾ ചന്ദനവർണ്ണം എന്ന് പറഞ്ഞാൽ ചന്ദന നിറത്തിലുള്ള, ധൂൾ പൊടി. ചന്ദനവർണ്ണം എന്ന് പറഞ്ഞാൽ സോനേക്കാരിങ്ക് സ്വർണ്ണ നിറമുള്ള എന്ന് പറയുന്നത് പോലെ, ധൂൾ പൊടി. ആ പൊടിയെ ചന്ദനത്തിൻ്റെ നിറത്തിനോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. ബഹുത് ദിനോं के बाद കുറേ നാൾക്കു ശേഷം. ചൂന സ്പർശിക്കുക, ഗംവൈ ഗ്രാമം, പകടണ്ടി ഒറ്റയടിപ്പാത, ചന്ദനവർണ്ണേതോൾ ചന്ദന നിറമുള്ള പൊടി, സ്വർണ്ണവർണ്ണമുള്ള പൊടി എന്നും പറയാം. ഇവിടെ എന്താണ് കവി മനസ്സിലാക്കി തരുന്നത്? യഹാം കവി ഗാവ് കി സുന്ദരത ബതാത്ത ഹെ, ഗ്രാമത്തിലെ സൗന്ദര്യത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇവിടെ സ്പർശിക്കുകയാണ് കവി. എന്താണ്? ബഹുത് ദിനോं के बाद मैं जी भर, കുറേ നാൾക്കു ശേഷം ഞാൻ മനസ്സ് നിറയെ, ചൂപ്പായ ചൂന സ്പർശിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. സ്പർശിച്ചു. എന്താണ് സ്പർശിച്ചത്? അതായത് അപ്പനെ ഗംവൈ പകടണ്ടിക്ക് ചന്ദനവർണ്ണേതോൾ, തൻ്റെ ഗ്രാമത്തിലെ ഒറ്റയടിപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ചന്ദന നിറത്തിന് സമമായിട്ടുള്ള ആ പൊടി, ആ മണ്ണിനെ എനിക്ക് സ്പർശിക്കാൻ കഴിഞ്ഞു. അതാണ് ചൂന, സ്പർശിക്കുക എന്നർത്ഥം. अर्थात कवि को गलियों में सुनहली रंग वाले धूल चूने के അനുഭവ हुआ. അതായത് ഒറ്റയടിപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ സ്വർണ്ണ നിറമുള്ള ആ മണ്ണിനെ അല്ലെങ്കിൽ ആ പൊടി തൊട്ടറിഞ്ഞതിൻ്റെ ഒരു അനുഭവം കവിക്ക് ഉണ്ടായി എന്നർത്ഥം. അതായത് ബഹുത് ദിനോं के बाद, ബഹുത് ദിനോं के बाद മേരെ മൻ മേ എ ചൂപ്പായ, ഞാൻ സ്പർശിച്ചു. क्या स्पर्श किया? अपने गंवई पगडंडी से आगे जाते समय चंदन वर्णे के समान या स्वर्ण वर्णों के समान के धूल को मैं स्पर्श किया എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് നോക്കാം. ബഹുത് ദിനോं के बाद अब की मैंने जी भर ताल मखाना खाया गन्ने चूसे जी भर. ബഹുത് ദിനോं के बाद, ബഹുത് ദിനോं के बाद കുറേ നാൾക്കു ശേഷം അല്ലെ വളരെ നാൾക്കു ശേഷം. അബ് കി ഇപ്പോൾ, മൈനെ ജീബർ താൾ മഖാന ഖായ, താൾ മഖാന ഏക് തരഹ് ഔഷധി യ പൗധെ, അല്ല ഔഷധ ചെടി. താൾ മഖാന ഖായ, ഖാന കഴിക്കുക. ഗന്നെ ചൂസെ ജീബർ, ഗന്ന കരിമ്പ്, ചൂസെ ജീബർ. ഇവിടെ ഗന്ന ചൂസിന എന്ന് പറഞ്ഞ അർത്ഥം കരിമ്പ്. യ ഹോണ്ടോംസെ രസ് കീഞ്ചിന, ചുണ്ടുകൊണ്ട് നമ്മൾ കരിമ്പ് ഇങ്ങനെ ഈമ്പി കുടിക്കുന്നത് പോലെ, വലിച്ചു കുടിക്കുന്നത് പോലെ. താൾമഖാന ഖായ, താൾമഖാന കഴിച്ചു എന്നർത്ഥം. അപ്പോഴെന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം? കവി കൈ ദിനോं के बाद अपने गाँव में आते समय താൾമഖാന ഖായ, അല്ലേ? താൾമഖാന കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒരൗഷധത്തിൻ്റെ, ആ ഔഷധ സസ്യത്തിൻ്റെ സ്വാദ് എനിക്ക് രുചിച്ചറിയാൻ കഴിഞ്ഞു. അതെങ്ങനെയാണ് രുചിച്ചത്? ഗന്നെ ചൂസേ ജീബർ, ഗന്ന കരിമ്പ്, കരിമ്പ് കടിച്ചു വലിച്ചു കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിൻ്റെ നീര് വലിച്ചു കുടിക്കുന്നത് പോലെ, അത് വലിച്ചു കുടിക്കുന്നത് പോലെയാണ് ഗന്ന യാ താൾ മഖാന ഖായ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടാവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സ് നിറയെ എന്താ പറയുക,
വളരെയധികം ഹാപ്പിയായി എന്നർത്ഥം. അർത്ഥാത് ഇസ് ഗാവ് മേം ആക്കർ മുझे ഗ്രാമീണ ഭോജൻ ഖാനെ കാ മൗഖ മില. ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ എനിക്ക് ഗ്രാമീണ ഭോജൻ, ഗ്രാമത്തിലുള്ള ആ ഔഷധ സസ്യങ്ങളും മറ്റും തിന്നുവാനുള്ള ഒരു മൗഖ മില, അവസരം കിട്ടി. ഗ്രാമീണ ഭോജൻ, ഗ്രാമങ്ങളിൽ കാണുന്ന പലതരം ഔഷധധാന്യങ്ങൾ എന്നർത്ഥം. എന്താണ് കവി വീണ്ടും പറയുന്നതെന്ന് നോക്കാം. मैं अपने गाँव में आते समय ताल मखाना खाया. वो कैसे खाया? वो गन्ने चूसे, जिस प्रकार गन्ने चूसते के उसी प्रकार वो मैं खाया. इस प्रकार मुझे बहुत खुश आया എന്നൊക്കെ പറയാം. ലാസ്റ്റ് വരി നോക്കാം. बहुत दिनों के बाद अब की मैंने जीबर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर बहुत दिनों के बाद. ഇപ്പോൾ बहुत दिनों के बाद എല്ലാ ലൈനും പറയുന്നതാണ് കുറേ നാൾക്കു ശേഷം, അല്ലെ വളരെ നാൾക്കു ശേഷം. അബ് കി ഇപ്പോൾ, മൈനെ ഞാൻ, കവിയാണ് പറയുന്നത്, ജീബർ മനസ്സ് നിറയെ, ഭോഗെ ഭോഗിന എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവകർണ, അനുഭവിച്ചറിയുക. ഇവിടെ അനുഭവിച്ചറിയുകയാണ്. എന്താണ് അനുഭവിച്ചറിയുന്നത്? ഗന്ധ്, ഗന്ധ് എന്ന് പറഞ്ഞാൽ സ്മെല്ല്, ഗന്ധം, രൂപ് രൂപം, രസ് രസം, ശബ്ദ് ശബ്ദം, സ്പർശ് സ്പർശം. ഇതൊക്കെ ഈ 5 ഭാഗങ്ങളും ഏക് സാത്ത് അല്ലെങ്കിൽ ഒരുമിച്ച് ഇസ് ഭൂപ്പർ, ഈ ഭൂമിയിൽ, ഭൂ മീൻസ് ധർത്തി അല്ലെങ്കിൽ ഭൂമി എന്ന് പറയാം, ഈ ഭൂമിയിൽ ഞാൻ ഇതൊക്കെ അനുഭവിച്ച് അറിഞ്ഞു. അതുകൊണ്ട് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അതായത് बहुत दिनों के बाद कवि कहते हैं कि मैं बहुत दिनों के बाद इस भू पर आकर, अल्ले इस गाँव पर आकर कई गंध रूप रस शब्द स्पर्श एक साथ मैं अनुभव कर दिया എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വളരെ നാൾക്കു ശേഷം ഈ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്നിട്ട് ഓരോ കാഴ്ചകളും, അതായത് ഓരോ ദൃശ്യങ്ങളും എനിക്ക് കാണാൻ കഴിഞ്ഞു, അത് മണത്തറിയാൻ കഴിഞ്ഞു, കണ്ടും കേട്ടും അതുപോലെ തന്നെ സ്പർശിച്ചും എനിക്ക് ഒരുമിച്ച് എല്ലാം ആസ്വദിക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ഗ്രാമത്തിൻ്റെ ഭംഗി ഞാൻ വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ എനിക്ക് അനുഭവിച്ചറിഞ്ഞു എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട വേർഡ് മീനിങ് മനസ്സിലാക്കുക, ഭോഗിന അനുഭവിക്കുക, ബാക്കിയുള്ള 5 ഭാഗങ്ങളും പ്രത്യേകിച്ച് ഓർമ്മിക്കുക. ഓക്കെ, വീണ്ടും ശ്രദ്ധിക്കുക. बहुत दिनों के बाद अब की मैं जीबर छू पाया अपनी गंबई पगडंडी की चंदन वर्णी दोल बहुत दिनों के बाद. ഇവിടെ കവി ക്യാ ഛൂ പായ എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതുക? ഗാവ് കെ പഗഡണ്ടി കെ അല്ലെങ്കിൽ ഗലിയോ കി സുൻഹലി രംഗ് വാലെ ധൂൾ ചൂനെ കാ അവസർ മില. ഓക്കെ, അതുപോലെ बहुत दिनों के बाद अब की मैंने जीबर ताल मखाना खाया ഗന്നെ ചൂസെ ജീബർ बहुत दिनों के बाद. ഇവിടെ കവി ജീബർ ക്യാ ഖായ എന്ന് ചോദിച്ചാൽ എന്താണ് എഴുതുക? താൾ മഖാന ഖായ. ഖൈസെ ഖായ? ഗന്നെ കാ രസ് പീനെ കെ സമാൻ, അല്ലെ ഗന്ന ചൂസനെ കെ സമാൻ. ഓക്കെ, നെക്സ്റ്റ്. बहुत दिनों के बाद अब की मैंने जीबर भोगे गंध रूप रस शब्द स्पर्श सब साथ साथ इस भू पर बहुत दिनों के बाद. ഇവിടെ कई दिनों के बाद कवि क्या क्या भोग दिया എന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് എഴുതുക? गंध रूप रस शब्द और स्पर्श एक साथ गाँव के भूमि पर भोग दिया എന്ന് എഴുതുക. ഓക്കെ, അതുപോലെ കവിതയുടെ ആശയം അല്ലെങ്കിൽ ആസ്വാദന ടിപ്പണി വന്നു കഴിഞ്ഞാൽ എങ്ങനെ എളുപ്പമാക്കാം എന്ന് നോക്കാം. ഹിന്ദി के प्रसिद्ध कवि नागार्जुन की कविता है बहुत दिनों के बाद. यहाँ कवि बहुत दिनों के बाद अपने चिरपरिचित गाँव में आता है. तब उन्हें अपूर्व आनंद मिला. इस आनंद को कवि शब्द स्पर्श रस रूप गंध आदि 5 बिंबों के माध्यम से व्यक्त किया है.
അപ്പോൾ ആദ്യം കവിത എഴുതുമ്പോൾ കവിയുടെ പരിചയം വെക്കുക, അതിനുശേഷം ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുക. ഹിന്ദിക്ക് പ്രസിദ്ധ കവി, ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ നാഗാർജുൻ കി കവിത ഹെ. നാഗാർജുൻ്റെ കവിത എന്ന് പറഞ്ഞാൽ കി കവിത എന്ന് പറഞ്ഞാൽ കവിത സ്ത്രീലിംഗമായതുകൊണ്ടാണ് നാഗാർജുൻ കി കവിത എന്ന് പറയുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ്, ബഹുത്ത് ദിനോ കെ ബാദ്, കുറേ നാൾക്ക് ശേഷം എന്ന് പറയാം. യഹാം കവി, ഇവിടെ കവി ബഹുത്ത് ദിനോ കെ ബാദ്, കുറേ നാൾക്കു ശേഷം അപ്പനെ ചിരപരിചിത ഗാവുമേ ആത്തായ, തൻ്റെ ഗ്രാമത്തിലേക്ക് വരുന്നു. തബ്, അപ്പോൾ ഉനേം അപൂർവ ആനന്ദ് മില, അത്രയും സന്തോഷം, വളരെയധികം ഹാപ്പി അദ്ദേഹത്തിന് കിട്ടി. എന്തായിരുന്നു? ഇസ് ആനന്ദ് കോ കവി, ഈ ഹാപ്പി സന്തോഷത്തെ കവി ശബ്ദം, സ്പർശം, രസം, രൂപം और ഗന്ധ്, സ്മെല്ല്, ഇങ്ങനെ 5 ബിംബോക്ക് മാധ്യം സെ, ഇങ്ങനെ 5 പ്രതിബിംബങ്ങളുടെ മാധ്യമത്താൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കവിതയിൽ. എന്തൊക്കെയാണ് നമ്മൾ കവിത പഠിച്ചതാണ്, അത് നമുക്കിനി ഷോർട്ടാക്കിയിട്ട് എഴുതി നോക്കാം. എന്തായിരിക്കും? कवि कहता है कि कई दिनों के बाद इस गाँव में आकर देखा कि सुनहली फसलों का मुस्कान, दान कूटती किशोरियों की അല്ലെങ്കിൽ യുവതിयों की कोमल कंठों से मधुर गीत सुन पाया. फिर मौलसरी के ताजे टड़के फूलों के दिव्य सुगंध का अनुभव किया. पगडंडी पर बिखरी चंदन वर्णे धूल को छूने का अनुभव किया. गन्ने के रस चूसने के समान ताल मखाना खाया. इस प्रकार एक सुंदर ग्राम्य जीवन का वर्णन कवि यहाँ किया है. लेकिन ये वातावरण शहर में बहुत कम है. ഈ പാരഗ്രാഫിലെ അർത്ഥങ്ങൾ നമ്മൾ കവിതയിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിലും ഗ്രാമങ്ങളിലെ ഈ മനോഹരമായ ദൃശ്യങ്ങൾ പട്ടണത്തിൽ കാണാൻ സാധ്യമല്ല എന്നാണ് കവി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഓക്കെ.